ഇത് വീഴ്ചയുടേതല്ല പ്രശ്നം. യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഒരു ഡെഡ് ബോഡി ഈ മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത്. അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരച്ചിൽ തന്നെ 1.5 മണിക്കൂർ വൈകി. 2 മണിക്കൂർ വൈകി. എന്തുകൊണ്ടാണ് 2 മണിക്കൂർ വൈകാൻ കാരണം? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല, ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്തമുള്ള ആളല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവരീ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. ഒരു സ്ഥലം MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അത് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത്. 14-ാം വാർഡിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ? അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ? ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു? ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ വരെ പോയി നിൽക്കും? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഈ തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞാൽ മതിയാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കെല്ലാം, മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല, ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കതക് ചാരിയിട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഈ വാർഡുകളിലെ രോഗികളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങിയിട്ട് അവരോട് ഡിസ്ചാർജ് വഴി പോകാൻ പറഞ്ഞു വെക്കുക. അതെങ്ങനെയാ? ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്നത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശ്രീ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണം.